ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെ യൂട്യൂബ് ചാനൽ മെഹന്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കുറച്ച് മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞിരുന്നു മെഹന്തി ക്ലാസ് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആരും വലിയ റെസ്പോൺസൊന്നും തന്നില്ല. ചിലവരൊക്കെ ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞു, ചിലവർ ഷോർട്ട്സ് വീഡിയോ ഇടാൻ പറഞ്ഞു, ചിലവരൊന്നും മൈൻഡ് ചെയ്തില്ല, ലൈക്ക് ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് അറിയാവുന്ന ഡിസൈൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ച രീതി ഒന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അതിനൊരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബേസിക് എലമെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ബേസിക് ഹെന്ന എലമെൻസ് ആണ്. നമുക്ക് മെഹന്തി ഇടുമ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഡിസൈൻ എലമെൻസ് ഉണ്ടാവും. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ ഇടില്ല, യൂട്യൂബ് ചാനലിലേക്ക് ഇടുക. അപ്പോൾ ഫസ്റ്റിന് വേണ്ടിയത് ലൈനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ലൈൻ വരയ്ക്കുമ്പോൾ സ്കിന്നിന് തട്ടിയിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുക. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൈലാഞ്ചി ഒരേ പ്രഷറിൽ പിടിച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ മൈലാഞ്ചി ഒരേ പ്രഷറിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ലൈന് തെറ്റിപ്പോകും. നമ്മളെ ലൈനിൽ ഇങ്ങനെ ഡോട്ട് വരും. ആ ഡോട്ട് ഇട്ടാലും കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരേ പോയിന്റിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ അമർത്തി നേരെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ലൈനൊക്കെ കറക്റ്റ് കിട്ടും. എനിക്കൊക്കെ ഇതടുത്താണ് ലൈനൊക്കെ കറക്റ്റ് കിട്ടാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യം അങ്ങനെ മൈലാഞ്ചി ഇടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, ഇപ്പം സഡൻലി ഇടാൻ തുടങ്ങിയതാണ്. അപ്പം ഞാനും നിങ്ങളെ മാതിരി തന്നെ ഇങ്ങനെ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ലൈൻ റെഡിയാക്കാം. പിന്നെ ഈ ലൈനിൽ തന്നെ തിങ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ തിങ് ലൈൻ വരയ്ക്കുമ്പം പൊതുവേ നമ്മൾ വരയ്ക്കുക ഒരു ലൈന് കൂടെ കൊടുത്തിട്ട് ആ ലൈനിൽ തന്നെ കട്ടി കൂട്ടിയാൽ കൊടുക്കൽ. അങ്ങനെ നമ്മൾ ചെയ്യരുത്, അത് തെറ്റാണ്. കാരണം അത്ര പെർഫെക്ഷൻ അതിന് കിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ നടുവിലൂടെ നമ്മൾ ഇതൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോഴാണ് കാണാനൊരു ഭംഗിയും പെർഫെക്റ്റും കിട്ടുള്ളൂ. ഒന്നുമില്ല, 2 ലൈൻ ആദ്യം വരയ്ക്കുക. ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ലൈൻ വരയ്ക്കുക. അധികം ഡിസ്റ്റൻസ് ഒന്നും വേണ്ട. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോഴാണ് നമുക്ക് തിങ് ലൈന് നല്ല ലൈറ്റും പെർഫെക്ഷനും വൃത്തിയിലും കിട്ടുള്ളൂ. പൊതുവേ മൈലാഞ്ചി നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല സാവധാനത്തിൽ ചെയ്താലേ പഠിക്കാൻ കഴിയുള്ളൂ. നല്ല ക്ഷമയും വേണം കേട്ടോ. നമ്മൾ മാക്സിമം പഠിച്ചെടുക്കാൻ നല്ല ക്ഷമയോടെ ശ്രദ്ധിച്ച് ലൈനൊക്കെ വരയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കാണാൻ നല്ല ലുക്കും പെർഫെക്ഷനും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എലമെൻറ്റ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ എലമെൻറ്റ്സ് നോക്കാം. രണ്ടാമത്തെ എലമെൻറ്റ്സ് ആണ് ഡോട്ട്സ് കേട്ടോ. അപ്പം ഇതും വലിയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു പോയിൻ്റ് ജസ്റ്റ് വെക്കുക. നമ്മൾ സ്കിന്നിലോ അല്ലെങ്കിൽ പേജിലോ എവിടെ വെച്ചാൽ പോയിൻ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മൈലാഞ്ചിനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഡോട്ട്സ് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇപ്പോഴത്തെ മോഡൽ അറബിക് ഡിസൈനൊക്കെ ഉണ്ടല്ലോ. ഈ അറബിക് ഡിസൈനൊക്കെ ഡോട്ട്സ് നിർബന്ധം കേട്ടോ. ഡോട്ട്സ് കൊടുത്താൽ തന്നെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഈ ഡോട്ട്സ് നമ്മൾ പല ഷേപ്പിലും കൊടുക്കും. പല ലൈനിൽ പല സൈസാക്കിയിട്ടും പല മോഡലാക്കിയിട്ടൊക്കെ കൊടുക്കും. പിന്നെ ചെറിയ ഡോട്ട്സ്, വലിയ ഡോട്ട്സ്, അതൊക്കെ നമ്മളിങ്ങനെ തന്നെ ചെറിയ ഡോട്ട്സാണ് ഒരൊറ്റ കുത്ത് ഒരു പ്രശ്നം മതി കേട്ടോ. നമ്മൾ മാക്സിമം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പൊതുവേ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എളുപ്പത്തിലിടാൻ വേണ്ടി വേഗം ചെയ്യും. ഒന്നിങ്ങനെ കുത്തു കൊടുത്തിട്ട് അതിനിങ്ങനെ കട്ടി കൂട്ടി അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളെ മൂന്നാമത്തെ എലമെൻറ്റ്സ് ആണ്. ഇതാണ് മെഹന്തി ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്കിനി ഹംസാണ് നമ്മളെ മൂന്നാമത്തെ എലമെൻറ്റ്സ്. അപ്പോൾ ഹംസ് നല്ല പെർഫെക്ഷൻ ആയാൽ നമ്മളെ ഡിസൈൻ ഒക്കെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഹംസ് വരയ്ക്കാൻ ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കുഞ്ഞി റാ വരയ്ക്കുക. കുഞ്ഞി റാ ഇങ്ങനെ അടുത്തടുത്ത് വരയ്ക്കാം. അപ്പോൾ ഹംസ് നല്ല പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നല്ലോണം പ്രാക്ടീസ് വേണം കേട്ടോ ഹംസ് വരയ്ക്കണമെങ്കിൽ. അപ്പം നമ്മൾ ലൈൻ വരച്ച് അതിൻ്റെ മേലെ കുഞ്ഞി റാ ഇങ്ങനെ വരച്ച് കൊണ്ടുവരാം. അപ്പോൾ നല്ല ഇട്ടാൽ നല്ല ഭംഗി കൊടുക്കുന്ന സാധനമാണ് ഈ ഹംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈൻ വരച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ വരച്ചു നമ്മളിങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കിട്ടിയാലേ നമുക്ക് ഓക്കെ ആയാൽ പിന്നെ എത്ര
ഇത്ര സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേറെ ഉണ്ടാവില്ല. കാരണം പഠിക്കുമ്പോൾ കുറച്ചൊരു ഇടങ്ങാറാണ്, പക്ഷെ പഠിച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും എളുപ്പമുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ വേഗം കഴിയും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നെങ്കിൽ നിങ്ങളൊരു നേരിയ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് നേരെ കൊടുക്കുക. എന്നിട്ട് ആ ഡോട്ടുമ്പോൾ തട്ടിച്ചിട്ട് നമ്മൾ കുഞ്ഞി ഹംസ ഇങ്ങനെ വരച്ചെടുത്താൽ, അതായത് ഞാൻ ഈ ചിത്രത്തിൽ ഈ ഡിസൈനിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമ്മളിങ്ങനെ വരച്ചെടുത്താൽ നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പം നമ്മൾ ആദ്യം തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ആ ഡോട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മളെ കൈമിലൊരു നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വരച്ച് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഹംസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, മാക്സിമം പ്രാക്ടീസ് എല്ലാ എലമെൻറ്റ്സും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ ഈ ഹംസിൻ്റെ തന്നെ വേറെ ഒന്നുണ്ട്, ഫ്രിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രിൽസ് എന്ന് വെച്ചാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഹംസിനെ തന്നെ കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കുക. അതിനാണ് നമ്മൾ ഫ്രിൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു ലൈൻ വരച്ച് ഒരു ഷെയ്ഡ് കൊടുക്കും. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഫ്രിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസൈനൊക്കെ ബ്രൈഡിൻ്റെ ഡിസൈനിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യം അതാണ് കേട്ടോ. ഈ ഡിസൈനൊക്കെ ഉറപ്പായിട്ടും വേണ്ടതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഡിസൈനൊക്കെ പ്രാക്ടീസ് ചെയ്ത്, ഈ ഡിസൈൻ മാത്രമല്ല നമ്മൾ ഇന്നെടുത്ത മൂന്ന് എലമെൻറ്റ്സും നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. മെയിനായിട്ട് വേണ്ടതാണ് ഈ 3 എലമെൻറ്റ്സ്. ഈ 3 എലമെൻറ്റ്സും ഓക്കെ ആയ ബാക്കി നമുക്ക് പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകും. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതേപോലെ ഞാൻ ഇന്ന് പഠിപ്പിച്ചെന്നെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേജിലോ വരച്ച് നോക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ അയച്ചുതരാം. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ഞാനൊരു ഡിസൈനും താഴെ വരച്ചിരിക്കും. ആദ്യം തന്നെ പറയട്ടെ, എനിക്കങ്ങനെ വലിങ്ങനെ ഇടാനൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഈ അടുത്തിടാൻ തുടങ്ങിയതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് തരിക. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രീ ക്ലാസ് എന്ന് തന്നെ പറഞ്ഞത്. കാരണം നമുക്കറിയാവുന്നത് ഒരാൾക്ക് പകർത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ വലിങ്ങനായിട്ടൊന്നും എനിക്കറിയില്ല, എന്നെക്കൊണ്ട് അറിയാവുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത്. തട്ടിക്കൂട്ടി ഒരു മൈലാഞ്ചൊക്കെ ഇടുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക, മാക്സിമം എന്താ പറയുക, ഈ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ഇന്ന് ഞാൻ ഇട്ട വീഡിയോൻ്റെ എല്ലാ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പം എന്താ പറയുക, യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. കാരണം അപ്പോൾ ഞാൻ വിചാരിക്കുക, പഠിച്ചോനെ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു കാര്യത്തിന് പോലും ഒരു വാല്യൂ ആരും തരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല, വാല്യൂ തന്നവരുണ്ട് കേട്ടോ, ആരുന്നല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരാം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇന്ന് മുതൽ നമ്മൾ മെഹന്തി ക്ലാസ്, എന്നെക്കൊണ്ട് അറിയാവുന്ന കുഞ്ഞു എലമെൻറ്റ്സും കുഞ്ഞു ഡിസൈനൊക്കെ ഞാൻ ഇതിൽ പകർത്തി തരുന്നതാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാനിതിടില്ല. ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു ഷോർട്ട് ആയിട്ട് വേണം ഇടുക, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും യൂട്യൂബ് ചാനലുണ്ടാകാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും മറക്കണ്ട. അപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സംസാരിക്കുന്നിടയിൽ കുറേ അപ്പം വന്നു പോകുന്നുണ്ട്, അത് അങ്ങനെ ഓട്ടോമാറ്റിക്കേ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ.